സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വൻ കുതിപ്പ്. ഗ്രാമിന് 270 രൂപ വർദ്ധിച്ച് 13,620 രൂപയായി. ഇതോടെ പവന് 2,160 രൂപയാണ് വർദ്ധിച്ചത്. പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കയും ഇറാനും തമ്മിൽ ധാരണയിലെത്തിയെന്ന വാർത്തകൾക്ക് പിന്നാലെയാണ് വില ഉയർന്നത്. സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ ഇന്ന് വലിയ വർധനയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഗ്രാമിന് 225 രൂപ വർദ്ധിച്ച് 13,620 രൂപയായി. ഇതോടെ പവൻ വില 1,800 രൂപ വർദ്ധിച്ച് 1,11,120 രൂപയുമായി. 18 കാരറ്റ് സ്വർണം ഗ്രാമിന് 185 രൂപ വർദ്ധിച്ച് 11,415 രൂപയായി. 14 കാരറ്റ് ഗ്രാമിന് 8,790 രൂപയും 9 കാരറ്റ് ഗ്രാമിന് 5,730 രൂപയുമാണ് വില. വെള്ളി വിലയിലും ഇന്ന് വർധനയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഗ്രാമിന് 5 രൂപ ഉയർന്ന് 265 രൂപയായി. മിഡിൽ ഈസ്റ്റിലെ യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കയും ഇറാനും തമ്മിൽ ധാരണയായെന്ന പാകിസ്ഥാന്റെ അറിയിപ്പിന് പിന്നാലെയാണ് രാജ്യാന്തര വിപണിയിലും ഇന്ത്യൻ കമ്മോഡിറ്റി വിപണിയിലും സ്വർണം വെള്ളി വിലകൾ കുതിച്ചത്. മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ചിൽ സ്വർണ്ണവില 10 ഗ്രാമിന് 1.53 ലക്ഷം രൂപയ്ക്ക് മുകളിലെത്തി. രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില 2.5% ഉയർന്ന് ഔൺസിന് 4,322.87 ഡോളറായിട്ടുണ്ട്. US ഗോൾഡ് ഫീച്ചേഴ്സ് 2.5% ഉയർന്ന് 4,344.8 ഡോളറായി. ആഗോള വെള്ളിവില 3.6% നേട്ടത്തോടെ ഔൺസിന് 70.39 ഡോളറിലെത്തി. ജൂൺ 19 ഇരു രാജ്യങ്ങളും സമാധാന കരാറിൽ ഒപ്പുവയ്ക്കാൻ പോവുകയാണെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നതോടെ സ്വർണ്ണാഭരണ പ്രേമികൾക്ക് നെഞ്ചിടിപ്പേറുകയാണ്. കാരണം യുദ്ധം അവസാനിച്ചാൽ ക്രൂഡ് ഓയിൽ വില സാധാരണ നിലയിലാവും. ഇതോടെ പണപ്പെരുപ്പ ആശങ്ക കുറയുകയും സ്വർണം പോലുള്ള ലോഹങ്ങളുടെ ഡിമാൻഡ് വർദ്ധിക്കുകയും ചെയ്യും. ഇത് സ്വർണ്ണവില വീണ്ടും ഉയരാൻ കാരണമാകും. പണപ്പെരുപ്പത്തിന്റെ ആശങ്കകൾ ഇല്ലാതാകുന്നതോടെ അടിസ്ഥാന പലിശ നിരക്കുകൾ ഉയർത്തേണ്ടതില്ലെന്ന തീരുമാനത്തിലേക്ക് കേന്ദ്ര ബാങ്കുകൾ എത്തും. പലിശ നിരക്ക് കുറയുകയോ അല്ലെങ്കിൽ നിലവിലേതുപോലെ തുടരുകയോ ചെയ്താൽ ആ അവസരം മുതലെടുത്ത് സ്വർണം തിരികെ കയറും. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.